നല്ലതാണെന്ന് എനിക്ക് തോന്നി. ഞാൻ അയാളുടെ കൂടെ കൂടി. ബായിക്ക് ഭാര്യയുണ്ട്, മകനുണ്ട്. മകനെന്ന് പറഞ്ഞ ബായിക്ക് ജീവനാ. ശിവന് കുറച്ച് ചോറിട്ടോടി. ശിവനല്ല, ഉണ്ണി. ചോറ് വേണ്ട, അതിന് പകരം പപ്പടം എടുത്തോളാം. നമ്മുടെ പരമശിവത്തിന്റെ നല്ല ഛായയില്ലടി ഇവന്. എനിക്കും കണ്ടപ്പോഴേ തോന്നി. ആരാ ഈ പരമശിവം? പണ്ട് ലോറി താവളത്തിൽ നിന്ന് കിട്ടിയതാ അവനെ. പിന്നീട് എനിക്ക് എന്റെ സ്വന്തം അനിയനെ പോലെയായി. 4 കൊല്ലം മുമ്പ് ഒരു ലോറി ആക്സിഡന്റിൽ അവൻ. ഇന്ന് വഴിയോരത്ത് നീ നിൽക്കണ കണ്ടപ്പോ ഞാൻ അവനെ ഓർത്തുപോയി. അതാ നിർത്തിയത്. എന്നെ ആ അനിയനായിട്ട് കണ്ടൂടെ? അതിനെന്താടാ ശിവ? ശിവനല്ല, ഉണ്ണി. എനിക്ക് നീ ശിവൻ തന്നെയാ. അങ്ങനെ ഉണ്ണി എന്ന ഞാൻ ബായിക്ക് ശിവനായി. ബായിക്ക് ഈ പരിപാടി സ്വന്തമായിട്ട് തുടങ്ങിക്കൂടെ? നീ വിചാരിക്കും പോലെ അത്ര നിസ്സാരമല്ല കാര്യങ്ങള്. ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ലോഡ് ഒപ്പിക്കാൻ ബായിക്ക് പറ്റില്ലേ? അത് പറ്റും. പക്ഷെ എങ്ങനെ കടത്തിക്കൊണ്ടുപോരും? ചെക്ക് പോസ്റ്റിലൊക്കെ നല്ല കാശറിയണം. അതെവിടുന്ന്? ഒന്ന് ഞാൻ പറയാം. സാധനം കിട്ടിയ കാശ് മുടക്കില്ലാതെ ചെക്ക് പോസ്റ്റ് നടത്തുന്ന കാര്യം ഞാൻ ഏറ്റു. അതിനുള്ള ചില നുണുക്ക് വിദ്യകളൊക്കെ എന്റെ ഉണ്ട് ബായി. ആ സാറേ, വണ്ടി. എന്താണ് വണ്ടിയില്? ഐസാണ് സാറേ. കുറുപ്പേ, കയറി പരിശോധിക്ക്. സാർ, നന്നായി പരിശോധിക്കണോ? സാർ, സാറേ പെട്ടെന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ഐസ് ഐസ് വാട്ടർ ആവും. സാറേ ഇത് ഫുൾ ഐസാ. അടച്ചേക്ക്. ഓ, ചാടിക്കോ ചാടിക്കോ, അല്ലെങ്കിൽ ഐസാവും. വിട്ടോ വിട്ടോ, വിട്ടോ. പെട്ടെന്നാവട്ടെ. ശിവ, എന്റെ പുണ്യാളച്ചോ, നീ ഇങ്ങ് എത്തുന്നത് വരെ ഞാൻ മുള്ളേ നിൽക്കുകയായിരുന്നു. സ്പിരിറ്റ് എന്തേടാ? ദാ ഇതൊക്കെയാ. ഈ ഐസ് കിട്ടേ? ഞാൻ കാണിച്ചു തരാം. ദാ ഒറിജിനൽ സ്പിരിറ്റ്. എന്റെ അമ്മച്ചി, ഒടുക്കത്തെ ബുദ്ധിയല്ലേ. അല്ലടാ, ഐസിന്റെ ഉള്ളി വെച്ചിട്ട് സ്പിരിറ്റ് എന്താ ഐസ് ആവാത്തേ? എന്റെ ബായ്, വെള്ളം 0 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഐസ് ആവും. പക്ഷെ സ്പിരിറ്റ് ഐസ് ആവണമെങ്കിൽ -112 ഡിഗ്രിയെങ്കിലും വേണം. കെമിസ്ട്രി പഠിച്ചതിന്റെ ഗുണ. എന്തായാലും കെമിക്കറി കണ്ടുപിടിച്ചു. കെമിക്കറി അല്ല, കെമിസ്ട്രി. അവൻ ഭയങ്കര തന്നെ. എത്ര രൂപയുടെ മുതലാന്ന് അറിയാമോ നിനക്ക്? നിനക്ക് ഞാൻ എന്താടാ തരേണ്ടത്? ഈ ലാഭത്തിന്റെ പകുതി നീ എടുത്തു അല്ലേ? വേണ്ട, ഇത് മുഴുവൻ നീ എടുത്തു. വേണ്ട ബായ്. ബായ്, ആ ചിന്നാടന്മാരെ അവിടെ ജോലി ചെയ്തിരുന്നപ്പോ ഒരു ലോഡിന് എത്ര രൂപ കിട്ടിയിരുന്നേ? 5000 രൂപ. 5000 രൂപ മതി എനിക്ക്. അല്ല, പിന്നെ ഞാനും ബായ് തമ്മിൽ എന്താ വ്യത്യാസം? ആണ് നീ. പല അടവുകൾ ഉപയോഗിച്ച് വാളയാർ ചെക്ക് പോസ്റ്റ് വഴി പലതവണ ഞാൻ സ്പിരിറ്റ് കടത്തി. ഒരു നാൾ പിടിക്കപ്പെട്ടു. ചെക്ക് പോസ്റ്റുകളിൽ ഞാൻ പണം വാരിയെറിഞ്ഞു. ഉദ്യോഗസ്ഥന്മാരിൽ ഭൂരിഭാഗവും എന്റെ സ്വാധീന വലയത്തിലായി. പിന്നെല്ലാം അവരുടെ അനുഭവത്തോടെയായി. ബായിക്ക് വീടായി, കാറായി, ലോറികളായി. ബായിയുടെ വലങ്കയായി ഞാൻ അവിടെ പരമശിവം എന്ന പേരിൽ അറിയപ്പെട്ടു. വാളയാർ പരമശിവം. ഞങ്ങളുടെ വളർച്ച ചിന്നാടന്മാരുടെ തകർച്ചയായിരുന്നു. ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി പല പല അടവുകളും അവർ പ്രയോഗിച്ചു. പക്ഷെ ഒന്നും വിജയിച്ചില്ല. ഒടുവിൽ ഒരു ദിവസം
പോലീസ് കേസെടുത്തു. കാറ്, തോക്ക് തുടങ്ങിയ തെളിവുകളൊക്കെ ഭായിക്കെതിരായിരുന്നു. ഭായിക്ക് വേണ്ടി ഞാൻ കുറ്റേറ്റെടുത്തു. എന്തിന്? ഭായിക്ക് ഭാര്യയുണ്ട്, മകനുണ്ട്. ഞാൻ ബാച്ചിലറല്ലേ. ഒന്ന് ജയിലിൽ കയറി ഇറങ്ങിയാലും എനിക്കെന്ത് സംഭവിക്കാൻ? പാവം ഭായ് എനിക്ക് വേണ്ടി ഒരുപാട് കാശ് ചെലവാക്കി കേസ് നടത്തി. അതുകൊണ്ട് എൻ്റെ ശിക്ഷ 4 കൊല്ലമായിട്ട് കുറയ്ക്കാൻ ഭായിക്ക് സഹായിച്ചു. ഈ ഭായിയാണ് ഞാൻ ദുബായിൽ നിന്ന് കാശ് അയക്കുന്ന പോലെ മാസാമാസം കാശ് എൻ്റെ വീട്ടിലെത്തിക്കുന്നത്. എൻ്റെ കുടുംബം അവിടെ ഹാപ്പി. അതുകൊണ്ട് ഞാനിവിടെ ഹാപ്പി. ഭാരതീയമ്മ എന്താ പിണങ്ങിയിരിക്കുക? നിന്നെ കണ്ട് കൊതി തീർന്നില്ല. അതിനു മുമ്പ് പോവല്ലേ? കുറച്ചു ദിവസം കൂടി. അമ്മ എന്താ ഈ പറയണേ? എനിക്ക് ഇന്നെ തിരിച്ചു പോയേ പറ്റൂ. ഞങ്ങളുടെ അവധി എന്നൊക്കെ പറഞ്ഞ ഏതാണ്ട് പരോള് പോലെയാ. പറഞ്ഞ സമയത്ത് തിരിച്ചെന്നില്ലെങ്കിലേ തൂക്കിയെടുത്തോണ്ട് പോവര്. പിന്നെ ആ ജീവനാന്തം ജയിലില്ല. അല്ല, വെയിലില്ലേ ഈ അറബിയുടെ അടിമപ്പണിയൊക്കെ ചെയ്തിട്ട്. ദുബായിൽ അങ്ങനെ ഉണ്ട്. ഏട്ടനെന്താ പതുങ്ങി നോക്കുന്നത്? പോലീസ്. അയാൾ ആ ഗോപികയുടെ അടുത്ത ബന്ധുവാ. ഈശ്വര, എങ്ങനെ ഒരു ബന്ധം ഓർക്കുണ്ടായിരുന്നോ? അതെന്താ ഉണ്ടായാലും? അല്ല, ഒരു വല്ലാത്ത വൃത്തികെട്ട രൂപമല്ലേ. അമ്മങ്ങോട്ട് മാറിക്കാ, പെട്ടി ഒന്ന് പെട്ടെന്ന് പൊടിക്കോട്ടെ. ഇത്രയും വലിയ തറവാട്ടിന്ന് ഇത്രയും നല്ല ചെറുക്കന്റെ ആലോചന, അതും ദുബായിക്കാരന്റെ. വല്യേട്ടൻ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ നിന്റെ ഭാഗ്യമായിട്ടാ ഞാൻ കരുതിയത്. എന്നിട്ടിപ്പോ നിന്റെ ഭാഗത്ത് നിന്ന് കല്യാണം വേണ്ടാന്ന് പറയാൻ എന്താ കാരണം? ഇനി നിനക്ക് ആരോടെങ്കിലും പ്രേമം പറ്റുകൊണ്ടോടി? പിന്നെന്താ പ്രശ്നം? വല്യേട്ടന് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നിനക്ക് ആരാ ഉള്ളത്? നീ എതിരൊന്നും പറയണ്ട, ഇത് നിന്റെ ഭാഗ്യമായിട്ട് കരുതിയാ മതി. വല്യേട്ടനാണെങ്കിൽ ഉറപ്പിച്ചോ, ബാക്കി ഞാൻ ഏറ്റു. എന്തായാലും ചെറുക്കൻ പോണ ദിവസം വന്നത് നന്നായി. ഉണ്ണിയൊന്ന് കാണാലോ. വല്യേട്ടാ, ഞാനൊന്ന് ഉണ്ണിയെ പരിചയപ്പെട്ടിട്ട് വരാം. ഏട്ടാ, എല്ലാം എടുത്തിട്ടുണ്ടോ? ഒന്നും മറന്നില്ലല്ലോ? ഒന്നും മറന്നിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ഈ സ്ഥലം എടുത്ത് ഇതുവഴി വണ്ടി കയറിക്കോ. ഓളെ എല്ലാം ഓക്കെ അല്ലേ? അമ്മേ, സമയമായമ്മേ. അമ്മ ഞാൻ ഇറങ്ങാട്ടോ. എന്തേത്? ഇത്തിരി അച്ചാറും പലഹാരങ്ങളും. എന്റെ അമ്മ, ഈ സാധനങ്ങളൊന്നും അങ്ങോട്ട് കൊണ്ടാൻ പറ്റില്ല. അവിടുന്ന് തരുന്ന ഫുഡല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ? ആരോ ബെല്ലടിക്കുന്നുണ്ടല്ലോ. അല്ല, ഹലോ, അവിടെ നിന്നേ. അത് പിച്ചക്കാരനാ, പിച്ചക്കാരൻ. ഞാൻ 10 രൂപ കൊടുത്തപ്പോ 100 രൂപ വേണമെന്ന്. ഗൾഫുകാരുടെ ഒരു അവസ്ഥ നീ എടാ, അവൻ അവിടെ നിന്ന് അടിക്കട്ടെ. നമ്മുടെ മസാല അടിക്കുന്ന പിച്ചക്കാരാണോ? നീ ഇങ്ങോട്ട് വന്നേ, പെട്ടെന്ന് സാധനങ്ങൾ എടുത്തിട്ട് വേഗം വണ്ടിയിലേക്ക് എടുത്ത് വെച്ചേ. അമ്മേ, ആളനക്കും ഇല്ലല്ലോ. ചിലപ്പോ എയർപോർട്ടിൽ പോയി കാണും. എങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാം. പോട്ടെ. ഫ്രണ്ട് സീറ്റ് വെക്കണേ. വേഗം എടുത്ത് വെക്കേ. അയാള് പോയി. പൊറോട്ട എടുത്ത്. അയാള് വരുന്നു. എന്താ എന്തൊരു ചൂടാണത്, ഭയങ്കര ചൂട്. ഞാൻ ഒന്നുകൂടി കുളിച്ചിട്ട് വരട്ടെ. നാട്ടുവെള്ളത്തിൽ ഒന്ന് കുളിക്കണമെങ്കിൽ എത്ര നാൾ കഴിയണം? ദുബായ് കിട്ടുന്ന വെള്ളമുണ്ടോടാ? ഡീസൽ അല്ലേ, ഡീസൽ. ഞാൻ വിചാരിച്ചു പോയി കാണുമെന്ന്. നീ എന്റെ ഗോപിയേക്ക് ചേർന്ന ചെറുക്കൻ തന്നെ. അയ്യോ, ഞാൻ ഉണ്ണിയല്ല, ഉണ്ണി എന്റെ ഏട്ടനാ. ഉണ്ണി എവിടെ ഒന്നും കണ്ടില്ലല്ലോ. ഉണ്ണിയേട്ടാ, എന്താടാ? ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. അയ്യോ, ഈ സമയത്താ? ഉണ്ണി കുളിക്കല്ലേ? കുളിച്ചോണ്ടിരിക്കുക. ആരാടത്? ദിവാകരൻ, അപ്പുറത്തെ വീട്ടിലെ ഗോപിയുടെ കൊച്ചച്ഛൻ. ഭാവിയിൽ ഉണ്ണിയുടെ ഒരു ബന്ധുവായിട്ട് വരും. ജയിലറാ. അതെയാ? ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി വന്നതാ. മുഖം കാണിക്കാൻ ഞാനെന്താ രാജാവാ? ഓ, ഫലിതപ്രിയൻ. നമ്മള് തമ്മിൽ കാണേണ്ട കാര്യം പറഞ്ഞത്. ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? ഞാൻ സോപ്പ് വെച്ചോണ്ടിരിക്ക, അതുകൊണ്ട് കേട്ടത് മാറിപ്പോയതാ. വരുന്ന വഴിക്ക് കണ്ടു. ഓ, അങ്ങനെ.
പിന്നെ പോയിട്ട് ഇത്ര ധൃതി ഉണ്ടായിരുന്നു. 12:30 ട്രെയിൻ. പെട്ടെന്ന് ഇറങ്ങുമാവോ? ഏയ് വൈകും വൈകും. ട്രെയിൻ മിസ്സാക്കണ്ട, വേഗം പുറപ്പെട്ടോളൂ. നമുക്ക് നാളെ അവിടെ വെച്ച് കാണാം. അവിടെ വെച്ചോ? നാളെ എവിടെ വെച്ച്? സോപ്പ് വാഴി പോയതായിട്ട് പറഞ്ഞത് വാഴി പോയതാ. അടുത്ത പറവിന് ഇവിടെ വെച്ച് കാണാമെന്ന്. ആ ശരി ശരി, എങ്കിൽ ഞാൻ ഇറങ്ങുന്നു. ആ ഇങ്ങോട്ടെന്ന് വെച്ച പൊക്കോളൂ. ഞാൻ ഈ ഗ്ലാസ് എടുത്തോട്ടെ? ഗ്ലാസാ? ഗ്ലാസ്സിലെ ചായ കളഞ്ഞിട്ട് അമ്മയോട് വെച്ചിട്ട് എടുത്തോളൂ. അയ്യോ, ഞാൻ ഈ കൂളിംഗ് ഗ്ലാസിന്റെ കാര്യം പറഞ്ഞത്. കൂളിംഗ് ഗ്ലാസോ ചില്ല് ഗ്ലാസോ ഇനി അപ്പുറത്തെ സ്കൂളിലെ ക്ലാസ്സോ എന്താന്ന് വെച്ചാൽ വേഗം എടുത്തിട്ട് വേഗം പൊക്കോളൂ. ട്രെയിൻ മിസ്സാവും. ആ ഓ ആ, ഇനി ദുബായിക്കാരന്റെ വീട്ടിൽ വന്നിട്ടൊന്നും തന്നില്ല എന്ന് വേണ്ട. അപ്പോ ഞാനങ്ങോട്ട് പൊക്കോളൂ. ബൈ ബൈ.